നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് പിഴ 1,06,00,000 രൂപ. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ കലോത്സവം മുക്കാട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു. തൃശൂരിന്റെ വികസന സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്ന് മന്ത്രി ആർ ബിന്ദു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ അംഗൻവാടി പ്രവർത്തകർക്കായി പാചക മത്സരം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് പിഴ 1,06,00,000 രൂപ. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ HDS ജീവനക്കാരെ ESI പരിധിയിൽ ഉൾപ്പെടുത്താതെ ആശുപത്രി സൂപ്രണ്ട് തൊഴിലാളി ദ്രോഹം തുടരുന്നതായി INTUC ജില്ലാ വൈസ് പ്രസിഡന്റും HDS എംപ്ലോയീസ് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ KN നാരായണൻ ആരോപിച്ചു. 400-ൽ കൂടുതൽ HDS ജീവനക്കാരെയും 200-ൽ കൂടുതൽ RSBY ജീവനക്കാരെയും ESI പരിധിയിൽ ഉൾപ്പെടുത്താത്തത് തൊഴിലാളികളോടുള്ള വെല്ലുവിളിയാണെന്ന് അവർ ആരോപിച്ചു. HDS പ്രസിഡന്റ് ESIക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2014-ൽ ESI കോർപ്പറേഷൻ അധികൃതർ മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിക്കുകയും പരിശോധന നടത്തുകയും ചെയ്തു. 2016 നവംബർ 4-ന് HDS ജീവനക്കാരുടെ ESI വിഹിതം 2013 മുതൽ 2016 വരെയുള്ള തുകയായ 30,68,020 രൂപ അടയ്ക്കാൻ ആവശ്യപ്പെട്ട് സൂപ്രണ്ടിന് കത്തയച്ചു. എന്നാൽ സൂപ്രണ്ട് സർക്കാരിൽ മുൻകൂർ അനുമതി വാങ്ങാതെ ഏകപക്ഷീയമായി ഈ ഉത്തരവിനെതിരെ തൃശൂരിലെ എംപ്ലോയീസ് ഇൻഷുറൻസ് കോടതിയിൽ 24/2017 പ്രകാരം കേസ് ഫയൽ ചെയ്തു. HDS ജീവനക്കാർക്ക് ESI ആനുകൂല്യങ്ങൾക്ക് അർഹതയില്ലെന്നും അതുകൊണ്ട് വിഹിതമടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു. 2019 ജൂലൈ 6-ലെ ESI കോടതിയുടെ ഇടക്കാല സ്റ്റേ ഉത്തരവനുസരിച്ച് 1,52,410 രൂപ സൂപ്രണ്ട് ESI കോർപ്പറേഷനു വേണ്ടി അടയ്ക്കുകയും നടപടികൾ തുടരുകയും ചെയ്തു. 2016 സെപ്റ്റംബർ മുതൽ 2019 ജനുവരി വരെയുള്ള ESI വിഹിതം അടയ്ക്കുവാൻ സൂപ്രണ്ടിന് നോട്ടീസ് നൽകി. തുടർന്ന് 2020-ൽ ആശുപത്രിയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ജൂനിയർ സൂപ്രണ്ട് ESI തൊഴിലാളികളുടെ താൽപര്യത്തെ ഹനിക്കും വിധം എതിർത്ത് സംസാരിച്ചു. 35,24,673 രൂപ സൂപ്രണ്ടിനോട് അടയ്ക്കുവാൻ ESI അധികാരികൾ വീണ്ടും ആവശ്യപ്പെട്ടു. അന്ന് നിലവിൽ 232 തൊഴിലാളികൾക്ക് ഗുണം ലഭിക്കേണ്ട പദ്ധതിയായിരുന്നു ആശുപത്രി സൂപ്രണ്ടും സഹപ്രവർത്തകരും ഇല്ലാതാക്കിയത്. 2 വർഷം കാത്തിരുന്ന ശേഷം ESI കോർപ്പറേഷൻ ആരോഗ്യ സർവകലാശാല SBI ബ്രാഞ്ച് മാനേജർക്ക് കത്ത് നൽകി. HDS അക്കൗണ്ട് ഫണ്ടിൽ നിന്നും 48,44,733 രൂപ പിടിച്ചെടുത്തു. അതോടൊപ്പം 2021 ഏപ്രിലിൽ ഈ കാലയളവിലെ പിഴ പലിശയായി 27,06,563 രൂപ കൂടി അടയ്ക്കുവാൻ സൂപ്രണ്ടിന് കത്ത് നൽകി. കൂടാതെ 2019 ഫെബ്രുവരി മുതൽ 2021 മാർച്ച് വരെയുള്ള 23,14,359 രൂപ കൂടി അടയ്ക്കണമെന്ന് ESI അധികാരികൾ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇതോടെ അടയ്ക്കേണ്ട തുക 1,06,37,528 രൂപയായി വർദ്ധിച്ചു. ESI അധികാരികൾ പിടിച്ചെടുത്ത തുക കഴിച്ച് ബാക്കി 60 ലക്ഷത്തോളം തുക ആശുപത്രിക്ക് 2021 മാർച്ചിൽ ബാധ്യതയായി നിൽപ്പുണ്ട്. എന്നാൽ 2013 മുതൽ 2021 വരെയുള്ള കാലത്തെ ESI ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് എന്നേക്കുമായി നഷ്ടമായി. 2025 മാർച്ച് 25-ന് ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരം കഴിഞ്ഞ ഒക്ടോബർ 16-ന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ സൂപ്രണ്ടിന് അയച്ച കത്തിൽ ESI വിഹിതം പിടിക്കുന്നത് ഒഴിവാക്കുന്നതിനോ കുറയ്ക്കാനോ പലിശയോ കൂട്ടുപലിശയോ ഒഴിവാക്കാനോ സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്നും കോടതി നിർദ്ദേശപ്രകാരമുള്ള തുക അടയ്ക്കുകയാണ് ഉചിതമെന്നും കത്തിൽ നിർദ്ദേശിച്ചു. 2021 മാർച്ചിൽ 1,06,00,000 രൂപ അടയ്ക്കേണ്ട സ്ഥാനത്ത് 4.5 വർഷം കൂടി പിന്നിടുന്ന ഇപ്പോൾ ഭീമമായ തുക അടയ്ക്കേണ്ട അവസ്ഥയിലാണ് മെഡിക്കൽ കോളേജ്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ HDS ജീവനക്കാർക്ക് ESI പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ESI കോർപ്പറേഷൻ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 2016-ൽ ഇൻസ്പെക്ഷൻ നടത്തി 2016 നവംബർ മാസത്തിൽ കോർപ്പറേഷൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരോട് ESI വിഹിതം അവിടെ ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരുടെ ESI വിഹിതം അടയ്ക്കുവാനായി ആവശ്യപ്പെട്ടു.
30 ലക്ഷം രൂപ 2013 മുതൽ 16 വരെയുള്ള കാലഘട്ടത്തിൻ്റെ ആ തുകയായി അടയ്ക്കാനാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ ആശുപത്രി അധികൃതർ സർക്കാരിൻ്റെയോ ആശുപത്രി വികസന സൊസൈറ്റിയുടെയോ അനുമതി കൂടാതെ 2017 ESI കോടതിയിൽ കേസിന് പോവുകയും ഈ ആനുകൂല്യം പിടിക്കുന്നതെന്നും ഒഴിവാക്കണമെന്നും അവർക്കിതിന് അർഹതയില്ലെന്നും ആ രീതിയിലുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് വ്യവഹാരത്തിനാണ് അവർ തയ്യാറായത്. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ കലോത്സവത്തിന് തിരശ്ശീല വീണു. സമാപന സമ്മേളനത്തിന് തൃശൂർ ഈസ്റ്റ് AEO ജീജ വിജയൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ശ്യാമള മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ DEO രഞ്ജിത്ത് നന്ദകുമാർ KS അനുഗ്രഹ പ്രഭാഷണത്തിന് ശേഷം സമ്മാനദാനം നിർവഹിച്ചു. യോഗത്തിൽ ബത്ലഹേം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജിസ കോട്ടക്കൽ സ്വാഗതവും സെന്റ് ജോർജസ് LP സ്കൂൾ ഹെഡ്മിസ്ട്രസ് C. ആൻസി ആന്റോ നന്ദിയും പറഞ്ഞു. വേളയിൽ ഉദ്ഘാടന പ്രസംഗത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. എങ്കിലും നല്ലൊരു ഭാഗ്യം, അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA വരാൻ സാധിക്കില്ല, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് ചേട്ടന് വരാൻ സാധിക്കുന്നില്ല, ഞങ്ങളുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജേട്ടൻ, അതുപോലെ തന്നെ സഹ കൗൺസിലർമാർ ബീന മുരളി, അനീസ്, ഇവർക്കൊന്നും ഡെപ്യൂട്ടി മേയർ വന്നു പോവുകയാണ് ചെയ്തത്. ഇവർക്കൊന്നും വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ ഭാഗ്യം എനിക്ക് വന്ന് ചേർന്നിട്ടുണ്ട്. തൃശൂരിന്റെ വികസന സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരികോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സഹജീവനത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഇക്കാലത്ത് സുവോളജിക്കൽ പാർക്കിന് പൊതുസമൂഹത്തോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷി മൃഗജാലങ്ങളെയും സസ്യജാലകത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മനുഷ്യരുടെ ജീവിതം മുന്നോട്ടു പോയ ഭൂതകാലത്തിന്റെ ഓർമ്മകൾ പകർന്നു തരുന്ന രീതിയിലായിരിക്കും സുവോളജിക്കൽ പാർക്കിന്റെ അനുഭവങ്ങളെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന നേട്ടങ്ങളിലൊന്നാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്ന് അധ്യക്ഷത വഹിച്ചുകൊണ്ട് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ പറഞ്ഞു. വ്യത്യസ്തങ്ങളായ ആവാസ വ്യവസ്ഥയുടെ കൂടി കേന്ദ്രമാണ് സുവോളജിക്കൽ പാർക്ക്. 3 മലകളുടെ നടുവിൽ മനോഹരമായ സുവോളജിക്കൽ പാർക്ക് ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുന്ന അസാധാരണമായ പ്രകൃതി പഠനശാലയാണ് എന്നും മന്ത്രി പറഞ്ഞു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി കൃഷ്ണൻ, സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ്, സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ PN നാഗരാജ്, പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, പത്മശ്രീ IM വിജയൻ, അഭിനയ പ്രതിഭ TG രവി എന്നിവർ മുഖ്യാതിഥികളായി. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് പൂവണിയുന്ന ഈ സന്ദർഭത്തിൽ വലിയ പ്രതീക്ഷകളാണ് നാം എല്ലാവരും പങ്കുവയ്ക്കുന്നത്. പുത്തൂർ എന്ന ഈ കൊച്ചു ഗ്രാമത്തെ കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ഭൂപടത്തിൽ തിളക്കത്തോടെ അടയാളപ്പെടുത്തുകയും അനന്തമായ ടൂറിസം സാധ്യതകളിലേക്ക് ഈ കൊച്ചു ഗ്രാമത്തെ കൈപിടിച്ചുയർത്തുകയും ചെയ്യുന്ന വലിയ പ്രൊജക്റ്റ് എങ്ങനെയാണ് സാക്ഷാത്കരിക്കപ്പെട്ടത് എന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ സാമാന്യേന വിശദമായി തന്നെ സൂചിപ്പിക്കപ്പെട്ടു. സഖാവ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ തൃശ്ശൂരിലെ കാഴ്ച ബംഗ്ലാവ് പുത്തൂരിലേക്ക് സുവോളജിക്കൽ പാർക്ക് എന്ന നിലയിൽ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ ആലോചനകൾ നടക്കുമ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയർ എന്നുള്ള നിലയിൽ ആ പ്രാരംഭ ആലോചനാ യോഗങ്ങളിലെല്ലാം പങ്കെടുക്കാൻ സാധിച്ച ഒരാളാണ് ഞാൻ. അത് എന്നാണ് പൂർണ്ണ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കാൻ സാധിക്കുക എന്നുള്ളത് അന്ന് പറയാൻ കഴിയുമായിരുന്നില്ല. വലിയ അനിശ്ചിതത്വത്തിലായിരുന്നു
ആ പ്രൊജക്റ്റിനെ സംബന്ധിച്ചുള്ള ആലോചനകളും നടപടികളും പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ബഹുമാന്യനായ റവന്യൂ മിനിസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കിഫ്ബി പദ്ധതിയിലൂടെ ഇന്ത്യയിലെ മറ്റേതൊരു മൃഗശാല അഥവാ സുവോളജിക്കൽ പാർക്ക് ഒക്കെ ആയിട്ട് മത്സരിക്കാൻ കഴിയുന്ന വിധത്തിൽ, ഒരുപക്ഷെ അവയേക്കാളൊക്കെ മുകളിൽ നിൽക്കാവുന്ന വിധത്തിൽ ഒരു സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂർ ജില്ലയ്ക്ക് നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതിലുള്ള ചാരിതാർത്ഥ്യം, അഭിമാനം, സന്തോഷം എല്ലാം ഇവിടെ സന്നിഹിതരായ ഏവരോടുമൊപ്പം ഞാനും പങ്കിടുകയാണ്. അതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ഏവരോടും തൃശ്ശൂരിലെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിച്ച് ഈ സന്ദർഭത്തിൽ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഒരുപാട് കാലമായി നമ്മുടെ മുമ്പിൽ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മഹത്തരമായിട്ടുള്ള ഈ സുവോളജിക്കൽ പാർക്കിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് കിടക്കുകയാണ്. സുവോളജിക്കൽ പാർക്ക് ഒരു മൃഗശാലയല്ല. സുവോളജിക്കൽ പാർക്കിലെ പ്രവർത്തനങ്ങൾ എന്ന് പൂർത്തീകരിക്കും എന്ന് ചോദിച്ചവരുണ്ട്. സുവോളജിക്കൽ പാർക്കിൻ്റെ പ്രവർത്തനങ്ങൾ ഒരിക്കലും പൂർത്തീകരിക്കാത്ത വിധം ഏറ്റവും ശ്രദ്ധേയമായി നവീകരണത്തിൻ്റെ പുതിയ ആശയങ്ങളിലൂടെ മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം. കാരണം സജു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സുവോളജിക്കൽ പാർക്കിൻ്റെ ആശയം വരുന്ന കാലത്ത് തൃശ്ശൂരിലെ മൃഗശാലയിലെ മൃഗങ്ങളെ ഇങ്ങോട്ട് മാറ്റുക എന്ന ലക്ഷ്യം മാത്രമേ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ സുവോളജിക്കൽ പാർക്കിലേക്ക് തൃശ്ശൂരിലെ മൃഗശാലയിലെ മൃഗങ്ങളെല്ലാം വന്നാലും 350ഓളം ഏക്കറിൽ വരുന്ന ഈ സുവോളജിക്കൽ പാർക്കിൻ്റെ ആവാസ ഇടങ്ങളിലേക്ക് പിന്നെയും ഒരുപാട് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ വിരുന്നൊരുക്കാൻ അവസരമുണ്ട് എന്ന് നമ്മൾ കാണുകയാണ്. സുവോളജിക്കൽ പാർക്കിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ തൃശ്ശൂരിലെ മൃഗശാലയിലെ മൃഗങ്ങൾ മാറി തിരുവനന്തപുരത്തെ കാട്ടുപോത്തുകൾ എത്തിച്ചേരുന്നു. നാം പിന്നെയും തുടർന്ന് നവീകരണത്തിൻ്റെ പുതിയ ആശയത്തിലേക്ക് പോയി. കർണാടക ഗവൺമെൻറ്റുമായി മന്ത്രിമാർ തന്നെ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 247 മൃഗങ്ങളും പക്ഷികളും ഇങ്ങോട്ടെത്താൻ പരസ്പര ധാരണാപത്രം നമ്മൾ ഒപ്പിട്ടു. തമിഴ്നാട്ടിൽ നിന്ന് സൂ എക്സ്ചേഞ്ച് തന്നെ നമ്മൾ സംഘടിപ്പിച്ചു. കേരളത്തിലേക്ക് ഇത്തരമൊരു മൃഗശാല കാണാനെത്തിയ, സുവോളജിക്കൽ പാർക്ക് സന്ദർശിക്കാൻ അതിൻ്റെ ആധികാരികമായ അനുവാദത്തിന് എത്തിച്ചേർന്ന ആളുകൾ, സൂ അതോറിറ്റിയുടെ ആളുകൾ KJ വർഗീസ് എന്ന സ്പെഷ്യൽ ഓഫീസറോട് ചോദിച്ച ചോദ്യം, ഇങ്ങനെയൊരു മൃഗശാല ഉണ്ടാക്കാനുള്ള പണം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? എങ്ങനെ നിങ്ങളുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഈ പണം മാറ്റിവെക്കാൻ പറ്റി? ഞങ്ങളെല്ലാം അഭിമാനത്തോടെ പറയട്ടെ,
KCBC മദ്യവിരുദ്ധ സമിതിയുടെ മികച്ച ലഹരി വിരുദ്ധ പ്രവർത്തകനുള്ള ആദരം മേജർ PJ സ്റ്റൈജു ഏറ്റുവാങ്ങി. തൃശൂർ ബസലിക്ക ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫാദർ ജെയ്സൺ കൂനംബ്ലാക്കൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഡോക്ടർ ഫാദർ ദേവസി പന്തലൂക്കാരൻ ഉപഹാരം നൽകി. അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ ആദരണ പ്രസംഗം നടത്തി. ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷിനെയും ചടങ്ങിൽ ആദരിച്ചു. 104 UP വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തിയ ലഹരി വിരുദ്ധ പുസ്തക ചങ്ങാത്ത പദ്ധതി, ബോധവൽക്കരണ സെമിനാറുകൾ എന്നിവ പരിഗണിച്ചാണ് മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനും 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ കൂടിയായ മേജർ PJ സ്റ്റൈജുവിനെ ആദരിച്ചത്. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ വിശുദ്ധ റപ്പായൽ മാലാഖയുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള കൂടുതുറക്കൽ ഭക്തിസാന്ദ്രമായി. ഇടവക വികാരി റവറൻ ഫാദർ പോൾ പിണ്ടിയൻ, അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ഫ്രാൻസിസ് പോത്തുക്കര, കോട്ടയം SH പ്രീസ്റ്റ് ഹോം പ്രൊക്യൂറേറ്റർ റവറൻ ഫാദർ ജെയ്സ് നീലനിരപ്പേൽ, ഇടവക കൈക്കാരന്മാരായ ജോൺ C. തോമസ്, CD ജോർജ്, CK ഷെൽബി, ഡിക്സൺ ഡേവിസ്, PRO ജെൻസൺ ജോസ് കാക്കശ്ശേരി, പ്രതിനിധി യോഗം അംഗങ്ങൾ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ, സംഘടനാ പ്രതിനിധികൾ, പള്ളി ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേള. SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്.
അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുട്ട് കഴിക്കണം. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുട്ടാ? ഈ നേരത്താ? വഴിയുണ്ടാക്കാം. യൂണിക് കിച്ചൻ പുട്ടുപൊടി, ശുദ്ധമായ ഭക്ഷണം. ഇത് ഞങ്ങളുടെ പ്രോമിസ്. വാർത്തകളിലേക്ക്. ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിലെ മോഷണം. കുപ്രസിദ്ധ അന്തർജില്ലാ മോഷ്ടാവ് പൂനൂർ മുജീബിനെ പിടികൂടി തൃശൂർ റൂറൽ പോലീസ്. കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലെ നിരവധി കേസുകളിൽ പ്രതിയായ കോഴിക്കോട് ബാലുശ്ശേരി കക്കാട്ടുമൽ വീട്ടിൽ പൂനൂർ മുജീബ് എന്ന് വിളിക്കുന്ന മുജീബിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. തൃശൂർ കോർപ്പറേഷന്റെ അഴിമതി കെടുകാര്യസ്ഥത ദൂർത്തിനെതിരെ മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ യാത്ര നടത്തി. മുല്ലക്കര പോപ്പ് നഗറിൽ നിന്ന് ആരംഭിച്ച് നടത്തറ സെന്ററിൽ സമാപിച്ചു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിജയകുമാർ ജാഥ ക്യാപ്റ്റൻ MU മുത്തുവിന് പതാക കൈമാറി. സമാപന സമ്മേളനം DCC നിർവാഹക സമിതി അംഗം KC അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ ജോണി അരിമ്പൂർ, AV സുദർശനൻ, MG രാജൻ, അനീഷ ആന്റണി, മേജോ മോസസ്, ജോസ് പുലിക്കോട്ടിൽ, ആനി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ വിശുദ്ധ റപ്പായൽ മാലാഖിയുടെ തിരുനാളിന് ഭക്തിനിർഭരമായ പരിസമാപ്തി. റവറന്റ് ഫാദർ സൈജോ തൈക്കാട്ടലിന്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും ബാൻഡ് മേളങ്ങളോടെയുള്ള പ്രദക്ഷിണവും വർണ്ണാഭമായി. ഇടവക വികാരി റവറന്റ് ഫാദർ പോൾ പിണ്ടിയാൻ, അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ ഫ്രാൻസിസ് പൂത്തുകര, ഇടവക കൈക്കാരന്മാരായ ജോൺ C. തോമസ്, CD ജോർജ്, CK ഷെൽബി, ഡിക്സൺ ഡേവിസ്, PRO ജെൻസൺ ജോസ് കാക്കശ്ശേരി, പ്രതിനിധി യോഗം അംഗങ്ങൾ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ, സംഘടനാ പ്രതിനിധികൾ, പള്ളി ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പോലീസ് സ്മൃതി ദിനാചരണത്തിന്റെ ഭാഗമായി കൂട്ടയോട്ടം സംഘടിപ്പിച്ച് തൃശൂർ സിറ്റി പോലീസ്. ഒക്ടോബർ 21 മുതൽ 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പോലീസ് സ്മൃതി ദിനാചരണവുമായി ബന്ധപ്പെട്ട് തൃശൂർ സിറ്റി പോലീസ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചു.
കമ്മീഷണർ ഓഫീസിന് മുൻപിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം സിറ്റി പോലീസ് കമ്മീഷണർ നകുലാർ ദേശ്മുഖ് ഫ്ലാഗ് ഓഫ് ചെയ്തു. സിറ്റി പോലീസ് കമ്മീഷണറും അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ഷീൻ തറയിലും പങ്കെടുത്ത് കൂടെ ഓടിയതോടെ മറ്റുള്ളവർക്കും കൂട്ടയോട്ടം ഏറെ ആവേശകരമായി. തെക്കേ നടവഴി സ്വരാജ് റൗണ്ട് ചുറ്റി കമ്മീഷണർ ഓഫീസിൽ തന്നെ സമാപിച്ച കൂട്ടയോട്ടത്തിൽ 300-ലധികം പേരാണ് പങ്കെടുത്തത്. റിഫ്രഷ്മെന്റ്, അത്യാഹിത മെഡിക്കൽ സൗകര്യങ്ങളോടെ സംഘടിപ്പിച്ച കൂട്ടയോട്ടത്തിൽ മാരത്തോൺ സംഘടനകളും കോളേജ് സ്കൂൾ വിദ്യാർത്ഥികളും പോലീസ് ഉദ്യോഗസ്ഥരും കൂടാതെ മറ്റുള്ളവരും പങ്കാളികളായി. ഒരിടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നീലി എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ പോകും. അയ്യോ ചേട്ടൻ വാർത്തകളിലേക്ക്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ അംഗൻവാടി പ്രവർത്തകർക്കായി പാചക മത്സരം സംഘടിപ്പിച്ചു. പോഷക സമൃദ്ധവും രുചി വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായ കിച്ചൺ ഫ്യൂഷൻ എന്ന പേരിൽ സംഘടിപ്പിച്ച പാചക മത്സരത്തിൽ കൊതിയൂറും വിഭവങ്ങൾ ഇടം നേടി. ന്യൂട്രി പ്ലേറ്റ്, കേക്ക്, ജ്യൂസ്, പോഷകപ്പുട്ട്, നാടൻ പലഹാരങ്ങൾ എന്നീ ഇനങ്ങളിലായിരുന്നു മത്സരം. ഉദ്ഘാടന വേദിക്ക് സമീപം സംഘടിപ്പിച്ച പരിപാടി സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ വർഗീസ്, CCF ഉമ എന്നിവർ ചേർന്ന് ദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി ഉണ്ണികൃഷ്ണൻ, PP രവീന്ദ്രൻ, ശ്രീവിദ്യ രാജേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി പ്രദീപ് കുമാർ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ, സൂ ഡയറക്ടർ നാഗരാജ്, ACF അജ്മൽ അമീൻ, ഒല്ലൂക്കര CDPO രമ, അംഗൻവാടി പ്രവർത്തകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. തോക്കും വാക്കും കണ്ടും കേട്ടും കൗതുകം നിറഞ്ഞ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ. ഒക്ടോബർ 21 മുതൽ 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പോലീസ് സ്മൃതി ദിനാചരണവുമായി ബന്ധപ്പെട്ട് തൃശൂർ സിറ്റി പോലീസ് സ്റ്റുഡന്റ് കേഡറ്റ് വിദ്യാർത്ഥികൾക്ക് ആംസ് ആൻഡ് ആമിനേഷൻ എക്സിബിഷൻ സംഘടിപ്പിച്ചു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുലാർ ദേശ്മുഖ് IPSന്റെ നിർദ്ദേശത്തിൽ അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ആൻഡ് ജില്ലാ നോഡൽ ഓഫീസർ ഷീൻ തറയിൽ, SPC അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ജ്യോതിസ് തോമസ്, ജയപ്രകാശ് എന്നിവരുടെ നേതൃത്വത്തിലാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത്.
തൃശൂർ ജില്ലാ സായുധ ബറ്റാലിയനാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത്. തൃശൂർ സിറ്റി ജില്ലയിലെ 8 സ്കൂളുകളിൽ നിന്നായി 435ഓളം വിദ്യാർത്ഥികളാണ് പോലീസ് ആയുധങ്ങൾ പരിചയപ്പെട്ടത്. ആയുധങ്ങളുടെ തരം, ഉപയോഗം, പ്രത്യേകതകൾ, ആമിനേഷനുകൾ എന്നിവയെ വിശദമായി ആർമർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രഞ്ജു പരിചയപ്പെടുത്തി സംസാരിച്ചു. കൂടാതെ അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ആൻഡ് ജില്ലാ നോഡൽ ഓഫീസർ ഷീൻ തറയിൽ, SPC അസിസ്റ്റന്റ് ജില്ലാ നോഡൽ ഓഫീസർ ജ്യോതിസ് തോമസ്, ജയപ്രകാശ്, സിവിൽ പോലീസ് ഓഫീസർ സുകേഷ്, ആർമർ സിവിൽ പോലീസ് ഓഫീസർ ജിഷ്ണു എന്നിവരും പങ്കെടുത്തു. ദേശീയപാത നടത്തറയിൽ സിഗ്നലിൽ നിർത്തിയ കാറിന് പുറകിൽ മറ്റൊരു കാർ ഇടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടം. ചിറ്റിശ്ശേരിയിൽ നിന്നും മണ്ണുത്തി ഭാഗത്തേക്ക് വന്ന കാർ നടത്തറ സിഗ്നലിൽ നിർത്തിയപ്പോൾ ഇതേ ദിശയിൽ വന്ന മറ്റൊരു കാർ പുറകിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ മുന്നിലെ കാറിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഉണ്ടായെങ്കിലും ആർക്കും പരിക്കില്ല. കാറിന്റെ പിൻഭാഗത്ത് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് പിഴ 1,06,00,000 രൂപ. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ കലോത്സവം മുക്കാട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു. തൃശൂരിന്റെ വികസന സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്ന് മന്ത്രി ആർ ബിന്ദു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ അംഗൻവാടി പ്രവർത്തകർക്കായി പാചക മത്സരം സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.